നമസ്കാരം. സായുജി നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു. കൊലവിളിയുമായി മനോജ് രാജ് നാരായണൻ ഇട്ട FB ലൈവ് നേരത്തെ ചർച്ചയായിരുന്നു. 2017 ഒക്ടോബറിലായിരുന്നു അത്. അന്ന് ദേശാഭിമാനിയിലെ റെസിഡന്റ് എഡിറ്ററായിരുന്നു മനോജ് രാജ് നാരായണന്റെ സഹോദരനായിരുന്ന PM മനോജ്. പിന്നീടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയത്. അതിനുശേഷം വിവാദങ്ങളിൽ ഒന്നും മനോജ് രാജ് നാരായൺ ചെന്നുപെട്ടിട്ടില്ല. കരുതലോടെയായിരുന്നു യാത്ര. ഈ കരുതലിനിടെയാണ് വീണ്ടും മനോജ് രാജ് എന്ന പേര് ചർച്ചകളിൽ എത്തുന്നത്. അതും രാഷ്ട്രീയ കൊലപാതകത്തിൽ കോടതി ശിക്ഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ. മുഴുപ്പിലങ്ങാട്ടെ BJP പ്രവർത്തകൻ എളമ്പിലായി സൂരജ് കൊല്ലപ്പെട്ട കേസിൽ CPM പ്രവർത്തകരായ 9 പ്രതികൾ കുറ്റക്കാരെന്ന് തലശ്ശേരി കോടതി വിധിക്കുമ്പോൾ അതിൽ മനോജ് രാജുമുണ്ട്. TP ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി TK രജീഷ് ഉൾപ്പെടെയുള്ളവരെയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KT നിസാർ അഹമ്മദ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. പത്തായക്കുന്ന് കാരായൻ്റെ TK രജീഷ്, കാവുംഭാഗം പുതിയടത്ത് NV യോഗേഷ്, എരിഞ്ഞോളി അരങ്ങേറ്റുപറമ്പ് K ഷിംജിത്ത് എന്ന ജിത്തു, കൂത്തുപറമ്പ് നരവൂർ PM മനോജ് രാജ്, മുഴപ്പിലങ്ങാട് വാണിയൻ്റെ വളപ്പിൽ നെയ്യോത്ത് സജീവൻ, പണിക്കൻ്റെ V പ്രഭാകരൻ, പുതുശ്ശേരി വീട്ടിൽ KV പത്മനാഭൻ, മന്തമ്പേത്ത് രാധാകൃഷ്ണൻ, എടക്കാട് കണ്ണവത്തിൻമൂല നാഗത്താൻകോട്ടെ പ്രകാശൻ എന്നിവരാണ് കുറ്റക്കാർ. 2005 ഓഗസ്റ്റ് 7 രാവിലെ 8:40 മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുൻപിൽ ഓട്ടോറിക്ഷയിലെത്തിയ സംഘം സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ് കേസ്. കേസിൽ 28 സാക്ഷികളെ വിസ്തരിച്ചു. 51 രേഖകൾ ഹാജരാക്കി. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പ്രതികളെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും തുടരന്വേഷണം വേണമെന്നും കാണിച്ചാണ് കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത്. TK രജീഷ് നൽകിയ കുറ്റസമ്മത മൊഴി പ്രകാരം രജീഷിനെയും PM മനോജ് രാജിനെയും കേസിൽ ഉൾപ്പെടുത്തി അനുബന്ധ കുറ്റപത്രം നൽകുകയാണുണ്ടായത്. മനോജ് രാജ് കുറ്റവാളിയാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രസ് സെക്രട്ടറിയാണ് മനോരാജിന്റെ സഹോദരൻ PM മനോജ്. കുറച്ചു കാലം മുമ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലാണ് മനോരാജ് എന്ന PM മനോജിന്റെ സഹോദരനെ ഇതിനു മുൻപ് അവസാനമായി വിവാദങ്ങളിലേക്ക് കൊണ്ടുവന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ സഹോദരനെതിരെ നേരത്തെ കൊട്ടേഷൻ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഷാഫിയുടെ ആരോപണങ്ങൾ അന്ന് ചർച്ചയായത്. കണ്ണൂരിൽ CPMലെ അതിശക്തരിൽ ഒരാളായിരുന്നു മനോരാജ് നാരായണൻ. P ജയരാജനുമായിട്ടായിരുന്നു കൂടുതൽ അടുപ്പം. TP കേസിൽ കുഞ്ഞനന്ദൻ ജയിലിലായ ശേഷം CPMൽ മനോരാജ് നാരായൺ ഏറെ കരുത്തനായി മാറുകയും ചെയ്തു. ആകാശ് തില്ലങ്കേരിയുമായി മനോരാജ് നാരായണന് അടുത്ത ബന്ധമുണ്ടെന്നാണ് ഷാഫി പറമ്പിൽ നേരത്തെ ഉന്നയിച്ച ആരോപണം. കൊടിസുനിയുമായുള്ള അടുപ്പവും പ്രതിപക്ഷം ചർച്ചയാക്കിയിരുന്നു. ഇപ്പോൾ TP കേസിലെ പ്രതി TK രജീഷ് പ്രതിയായ രാഷ്ട്രീയ കൊലക്കേസിൽ കുറ്റവാളിയുമാകുകയാണ് മനോരാജ് നാരായണൻ. PM മനോജിനെ പോലെ മുമ്പ് സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു മനോരാജ്. പാർട്ടി വിരുദ്ധമായതൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. വിവാദമുണ്ടാകാൻ സാധ്യതയുള്ള ഫോട്ടോകൾ പോലും ഫേസ്ബുക്കിലില്ല. സൗമ്യമായ ഇടപെടലാണ് സോഷ്യൽ മീഡിയയിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ വിവാദമുണ്ടാക്കുന്നതൊന്നും നിലവിലില്ല. RSS പ്രവർത്തകനെ കൊന്ന കേസിനൊപ്പം കൂത്തുപറമ്പിൽ ആയുധ ശേഖരം സൂക്ഷിച്ച കേസിലും പ്രതിയാണ് ഇയാൾ. കൂത്തുപറമ്പ് പുറക്കുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിന് ആകാശ് തില്ലങ്കേരി, കൊടിസുനി എന്നിവരുടെ സംഘവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് മനോരാജ് നാരായണനെതിരെ ഷാഫി പറമ്പിൽ ആരോപണം ഉന്നയിക്കാനുള്ള പ്രധാന കാരണവും. 2017 കണ്ണൂരിൽ വാളാങ്കിച്ചാൽ മോഹനൻ ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പ്രകടനത്തിലാണ് RSS പ്രവർത്തകൻ സായൂജിനെതിരെ കൊലവിളി ഉയർന്നത്. പന്ന്യന്നൂർ ചന്ദ്രന്റെയും പാനൂരിലെ ജയകൃഷ്ണന്റെയും ഗതിയാണ് വരാൻ പോകുന്നതെന്ന ഭീഷണിയും പ്രകടനത്തിൽ ഉയർന്നു. അന്ന് MB രാജേഷും P ജയരാജനും AN ഷംസീറും പങ്കെടുത്ത പരിപാടിയിലാണ് കൊലവിളിയുമായി പ്രകടനം നടന്നത്. സായൂജിന്റെ നാളുകൾ എണ്ണപ്പെട്ടെന്നും കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടുമെന്ന കൊലവിളിയാണ് പ്രകടനത്തിൽ ഉയർന്നത്. മനോജിന്റെ സഹോദരനായ മനോരാജ് നാരായണനാണ് കൊലവിളി ഫേസ്ബുക്ക് ലൈവിലൂടെ സമൂഹ മധ്യത്തിൽ
പ്രചരിപ്പിച്ചത്. അന്ന് മനോരാജ് നാരായണനെതിരെ പോലീസ് കേസ് എടുത്തതുമില്ല. മുമ്പ് പഴയ നിരത്തിൽ നിന്ന് ആയുധങ്ങൾ പിടികൂടിയ കേസിൽ മനോരാജ് അറസ്റ്റിലായിരുന്നു. സായൂജിനെതിരെ കൊലവിളിക്ക് പിന്നാലെ ആക്രമണവും നടന്നിരുന്നു. ആക്രമണത്തിൽ സായൂജിനും മറ്റൊരു പ്രവർത്തകനും പരിക്കേറ്റു. പരസ്യമായി കൊലവിളി മുഴക്കിയതിനെ തുടർന്ന് കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും തുടർ നടപടി ഉണ്ടായിട്ടില്ല. ഇതിനിടെയാണ് സായൂജിന് നേരെ ബോംബേറുണ്ടായത്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിന്റെ ചരടുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്ന് BJP മുൻ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസിന്റെ ആരോപണവും വലിയ ചർച്ചയായിരുന്നു. ഇതിന്റെ ഉള്ളറകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നതെന്നായിരുന്നു അന്ന് BJPയുടെ ആരോപണം. PM മനോജിന്റെ സഹോദരനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പറമ്പിലായിരുന്നു. സ്വർണ്ണക്കടത്തിന് പിന്നിൽ മനോജിന്റെ സഹോദരനാണെന്നായിരുന്നു ഷാഫിയുടെ ആരോപണം. ഇതിന് പിന്നാലെയാണ് BJPയും കൂടുതൽ വെളിപ്പെടുത്തലുമായി എത്തിയത്. വൈകുന്നേരം വാർത്താ സമ്മേളനത്തിൽ തള്ളുന്ന മുഖ്യമന്ത്രി അറിയണം തന്റെ ഓഫീസിലിരിക്കുന്നവരും അവരുടെ ബന്ധുക്കളും എന്താണ് ചെയ്യുന്നതെന്ന്. PM മനോരാജ് ഗൾഫിലേക്ക് ഇടയ്ക്കിടെ പോകുന്നത് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാനാണ്. കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസ് സ്വർണ്ണക്കടത്തും കൊട്ടേഷൻ സംഘങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനാണ് തുറന്നു വച്ചിരിക്കുന്നത്. ഇതായിരുന്നു 2021 ഹരിദാസ് ആരോപിച്ചത്. നയതന്ത്ര ബാഗേജ് അന്വേഷണം വന്നപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതിക്കൂട്ടിലാവുകയും ചെയ്തിരുന്നു. അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M ശിവശങ്കർ അഴിക്കുള്ളിലായി. ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. രണ്ടാം പിണറായി സർക്കാരിനെ വെട്ടിലാക്കി കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് മാറുന്നതിന് കാരണം കണ്ണൂരിലെ കൊട്ടേഷൻ സംഘങ്ങളിലേക്കുള്ള കസ്റ്റംസ് അന്വേഷണമാണ്. ഈ സംഘത്തെ നിയന്ത്രിക്കുന്നത് മനോരാജാണെന്നാണ് കോൺഗ്രസും BJPയും ആരോപിച്ചിരുന്നത്. എതിർക്കുന്നവരുടെ തല വെട്ടിയെടുത്ത് മുൻപിൽ വയ്ക്കുന്നയാളാണ് മനോരാജ് എന്ന് BJP ആരോപിക്കുന്നു. 3 നിരത്തിലെ ഒരു ലോഡ്ജ് കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. കൂത്തുപറമ്പിലെ P ബാലൻ സ്മാരക മന്ദിരമായി പ്രവർത്തിക്കുന്ന ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും നിരവധി തവണ സ്വർണ്ണക്കടത്ത് കേസുകളിൽ മധ്യസ്ഥം പറഞ്ഞിട്ടുണ്ട്. P ജയരാജന്റെ സംരക്ഷണയിലാണ് മനോരാജും സംഘവും പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു ഹരിദാസ് ആരോപിച്ചത്. കള്ളക്കടത്ത് സംഘങ്ങൾക്കുള്ള വിദേശ ബന്ധം ഇവിടുത്തെ പോലീസ് മാത്രം അന്വേഷിച്ചാൽ മതിയാവില്ല, NIA അന്വേഷിക്കണമെന്നും ഹരിദാസ് ആവശ്യപ്പെട്ടിരുന്നു. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘം കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ ചെങ്കൽപ്പണയ്ക്കായി സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ CPM തയ്യാറുണ്ടോ എന്നും ഹരിദാസ് ചോദിച്ചിരുന്നു. നന്ദി.